നല്ല ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന ആത്മീക ചിന്തകൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിപ്പാനിടയാകട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്, ദാസൻ എന്നേക്കും എന്ത് ചെയ്യുന്നില്ല, വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിപ്പാനിടയാകുന്നു. സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത് നാം അവന്റെ വീട്ടിൽ എന്നേക്കും വസിക്കുന്ന ദൈവമക്കളായി തീരാൻ സ്വർഗസ്ഥനായ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആമേൻ. ദൈവവചനം വായിച്ചാൽ ദാസന്റെ പ്രത്യേകതകൾ തിരുവചനത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് വേഗത്തിൽ വന്നാട്ടെ. പുറപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു. അവരുടെ മുമ്പാകെ നീ വെക്കേണ്ടുന്ന ന്യായങ്ങളാവിത്. ഒരു എബ്രായദാസനെ വിലക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവനൊന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പൊയ്ക്കൊള്ളട്ടെ. അവനൊന്നും കൊടുക്കാതെ സ്വതന്ത്രനായിട്ട് എന്ത് ചെയ്യണം? പൊയ്ക്കൊള്ളട്ടെ. നോക്കിക്കേ, ഇവിടെ ദാസനോടുള്ള ബന്ധത്തിൽ 6 സംവത്സരം അവൻ ആ വീട്ടിനകത്ത് അടിമയായി പാർത്തിട്ട് 7-ാമത്തെ സംവത്സരത്തിൽ അവൻ എന്ത് ചെയ്യണം? ആ കൂടാരത്തിൽ നിന്ന് സ്വതന്ത്രനായി പോകണമെന്നാണ് ദൈവത്തിന്റെ വചനം. ഇനി അതല്ല, അവന് പിന്നെയും ആ കൂടാരത്തിനകത്ത് തുടരണമെന്നുണ്ടെങ്കിൽ അവൻ ചില ഉടമ്പടികളും നിയമങ്ങളുമുണ്ട്. അത് പ്രമാണിക്കുന്നെങ്കിൽ മാത്രമേ പിന്നെ ആ കൂടാരത്തിനകത്ത് അവന് തുടരുവാനായിട്ട് കഴിയത്തുള്ളൂ. ആമേൻ. 6 വർഷം കഴിഞ്ഞാൽ 7-ാം സംവത്സരം അവൻ ആ കൂടാരത്തിൽ നിന്ന് സ്വതന്ത്രനാണ്. ഇതാണ് ദാസന്റെ പ്രത്യേകത. എന്നാൽ ആമേൻ, ഒരു വീട്ടിനകത്ത് സ്വപുത്രൻ ആമേൻ ആയി മാറിയ ദൈവമക്കൾ, അവർക്ക് ആ വീട്ടിൽ എല്ലാ കാലവും എന്ത് ചെയ്യാം? പാർക്കാനായിട്ട് കഴിയും. ഒരു വീട്ടിൽ 3 കൂട്ടം ആൾക്കാരുണ്ട്. ആമേൻ. ശിശുക്കളായവരുണ്ട്, ദാസന്മാരായവരുണ്ട്, ആമേൻ, അല്ലെങ്കിൽ അടിമകളായവരുണ്ട്, ആമേൻ, പുത്രന്മാരുണ്ട്. സ്തോത്രം. ഇതിനകത്ത് ആമേൻ ബാക്കി എല്ലാ കാറ്റഗറിയിൽപ്പെട്ടവരും ഒരു പ്രത്യേക പരിധി കഴിയുമ്പോൾ തുടരാൻ കഴിയത്തില്ല. പക്ഷേ പുത്രനായി വിളിക്കപ്പെട്ടവർക്ക് ആ കൂടാരത്തിനകത്ത് എന്നേക്കും വസിപ്പാനായിട്ട് കഴിയണം. നാം ദൈവഭവനത്തിൽ എന്നേക്കും വസിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ വിളിക്കപ്പെട്ട ദൈവമക്കളാണെന്ന ബോധ്യം അകത്തുള്ള ദൈവമക്കൾ നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ശക്തമായി നമ്മുടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. 1-2 വാക്യങ്ങളൊന്ന് വായിച്ച് വേഗത്തിൽ മുന്നോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം ആമേൻ അതിന്റെ 8-ാമത്തെ അധ്യായം 34-35 ഒന്നുകൂടെ വായിച്ചേ. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാകുന്നു, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല. ദാസൻ എന്നേക്കും എന്ത് ചെയ്യുന്നില്ല? വീട്ടിനകത്ത് വസിക്കുന്നില്ല. ദൈവഭവനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവൻ ദൈവത്തിന്റെ വീട്ടിനകത്ത്, ദൈവത്തിന്റെ ഭവനത്തിനകത്ത് ഒരുവൻ വസിക്കണമെങ്കിൽ അവൻ ആരായിരിക്കണം? അവൻ വിശുദ്ധനായിരിക്കണം. പാപം ചെയ്യുന്ന പാപത്തിന്റെ ദാസന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവഭവനത്തിനകത്ത് തുടരുവാനായിട്ട് കഴിയത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നടക്കുമ്പോൾ ഒരു നല്ല വിശുദ്ധ ജീവിതം നയിപ്പാൻ ആമേൻ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പാപത്തിന്റെ ദാസന്മാരായി നാം മാറാൻ ഇടയാകരുത്. ആമേൻ. പാപത്തിന്റെ ദാസന്മാരായി മാറുന്നവർ കുറെയൊക്കെ ദൈവം നമുക്ക് അവസരങ്ങളെ തരും. അത് കഴിയുമ്പോൾ ആമേൻ ദൈവഭവനത്തിനകത്തുനിന്ന് നാം എന്ത് ചെയ്യും? തന്നെ പുറത്താകും. പാപത്തിൽ തുടരുന്നവരെയൊക്കെ നമുക്കറിയാം, തമ്പുരാന്റെ സമയം കഴിയുമ്പോൾ അവരെല്ലാം ഈ കൂടാരത്തിനകത്ത് പാർക്കാൻ കഴിയാതെ പുറത്താകും. അതുകൊണ്ട് ദൈവഭവനത്തിൽ പാർക്കണോ, വിശ്വസ്തരായിട്ട് പാർക്കണോ, ഒരു നല്ല വിശുദ്ധ ജീവിതവും ഒരു നല്ല വിശ്വസ്തരായ ജീവിതവും നമുക്ക് വ്യക്തിപരമായി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് തുടരുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. സ്തോത്രം. ഗലാത്യ ലേഖനത്തിലേക്ക് ഒന്നോടി വന്ന് വേഗം അതിന്റെ 4-ാമത്തെ അധ്യായം 5-6-7 വാക്യങ്ങളോട് വേഗം വായിച്ചു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 5-6-7 വാക്യങ്ങൾ. നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലും ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, കർത്താവ് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ വിലക്ക് മേടിച്ചേ?
അവൻ ദാസ്യത്വത്തിനകത്ത് തുടരാൻ വേണ്ടിയല്ല. ഇവിടെ വായിച്ചത് എങ്ങനെയാ? അവന്റെ പുത്രന്മാരായി മാറേണ്ടതിന് കർത്താവ് നമ്മൾ എന്ത് ചെയ്തിരിക്കുക? വിലയ്ക്ക് മേടിച്ചിരിക്കുകയാണ്. സ്തോത്രം. കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വിലയായി ആമേൻ സ്വന്തം പ്രാണനെ വരെ നമുക്ക് വേണ്ടി നൽകി കൊടുത്താണ് കർത്താവ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ മക്കളും പിന്നെ ആരാക്കണം? അവകാശികളാക്കി മാറ്റണം. ആമേൻ. ശിശു ഒരു വീട്ടിനകത്തുണ്ടെങ്കിൽ അവൻ ശിശുവായിരിക്കുന്നിടത്തോളം കാലം അവൻ ദാസനേക്കാൾ എന്തല്ല, ഒട്ടും വിശേഷതയുള്ളവനല്ല. ഒരു പുത്രനായി കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് വളർച്ച ആവശ്യമാണ്. ഓരോ ദിനവും വളർച്ച വേണം. എങ്ങനെ വളരണം? ദൈവത്തിന്റെ വചനത്തിൽ വളരണം. അവന്റെ ആത്മാവിനാൽ നാം വളരണം. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് അവൻ ആത്മനിറവ് പ്രാപിച്ച് വളർന്ന് നാം പക്വതയുള്ളവരായി മാറുമ്പോഴാണ് നാം ആമേൻ അവന്റെ വാഗ്ദത്തങ്ങൾക്ക് അവകാശികളായി മാറുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ കർത്താവിന്റെ വാഗ്ദത്തം പ്രാപിച്ച തലമുറകളായി പുത്രത്വം പ്രാപിച്ചവരായി വളരുവാൻ കർത്താവ് നമ്മെ സഹായിപ്പാൻ ഇടയാകട്ടെ. ഒരു വാക്യം കൂടെ, റോമാലേഖനം ആമേൻ 8-ാം അധ്യായം അതിന്റെ 14 മുതൽ ഒന്ന് വായിച്ച്. റോമാലേഖനം 8-ന്റെ 14 തൊട്ട്. റോമാലേഖനം 8-ാം അധ്യായം 14. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിന്റെ മക്കളാകുന്നു. പിന്നെയും ഭയപ്പെടേണ്ടതിന് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇന്ന് രാത്രി വാത്സല്യ പ്രിയരെ, നാം ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്, പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. എന്തിനാണ് ദൈവത്തിന്റെ പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നത്? എന്നേക്കും അവന്റെ വീട്ടിൽ പാർക്കേണ്ടതിനു വേണ്ടിയിട്ടാണ്. സ്തോത്രം. ഈ ഭൂമിയിൽ കർത്താവിനോട് കൂടെ പാർത്താൽ നിത്യതയിലും നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയമായ കൂടാരത്തിൽ പാർപ്പാൻ കർത്താവ് നമുക്ക് കൃപകളെ നൽകും. നമ്മുടെ കണ്ണുകളിടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.